കൗമാരക്കാരിലെ ലഹരിയും അക്രമവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നും കൊച്ചിയിൽ നിന്ന് പുറത്തു വന്നത്. 10 വയസ്സുകാരിക്ക് 12 വയസ്സുള്ള സഹോദരൻ നിരോധിത ലഹരി വസ്തു നൽകി. വീട്ടിൽ കുട്ടി അക്രമാസക്തനായതോടെയാണ് വിവരങ്ങൾ പുറത്തറിയുന്നത്. 12-കാരനെ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ലഹരി ഉപയോഗിക്കുകയും അത് സ്വന്തം സഹോദരങ്ങൾക്ക് പോലും നൽകുകയും ചെയ്യുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. 12 വയസ്സുകാരനായ സഹോദരൻ അനുജത്തിക്കാണ് നിരോധിത ലഹരി വസ്തു നൽകിയത്. വീട്ടുകാർ ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് 12-കാരൻ ലഹരി ഉപയോഗത്തിനായി വീട്ടിൽ നിന്ന് പുറത്തുപോയിരുന്നത്. ആൺകുട്ടിയെ ഒരു ദിവസം രാത്രി കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ 30 കിലോമീറ്റർ ദൂരെയാണ് കുട്ടിയെ കണ്ടെത്തിയത്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ലഹരി ഉപയോഗിക്കുന്ന വിവരം പുറത്തറിഞ്ഞത്. ലഹരി ഉപയോഗിച്ച ശേഷം സ്വന്തം സഹോദരിക്കും കുട്ടി ലഹരി ഉപയോഗിക്കാനായി നൽകിയെന്നത് വീട്ടുകാരെ പോലും ഞെട്ടിച്ചു. നിലവിൽ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിൽ കഴിയുകയാണ് 12-കാരൻ. പെൺകുട്ടിക്ക് കൗൺസിലിംഗ് അടക്കം നൽകുകയും ചെയ്തു. ലഹരി ഉപയോഗിക്കാൻ പണമില്ലാതെ വന്നതോടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 3 ലക്ഷം രൂപയും പലതവണയായി 12-കാരൻ മോഷ്ടിച്ചു. എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ഈ സംഭവം. വിവരം പോലീസ് അറിഞ്ഞിട്ടും കുട്ടിയെ സംബന്ധിച്ച റിപ്പോർട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ കൊച്ചുകുട്ടികളെ ലഹരി മാഫിയ ലക്ഷ്യം വെക്കുകയാണ്. ലഹരിയുടെ വലയിൽ നിന്ന് കുട്ടികളെ രക്ഷിച്ചെടുക്കേണ്ട സാമൂഹിക ഉത്തരവാദിത്വം നാം ഓരോരുത്തരും നിറവേറ്റേണ്ട സമയമാണ് കടന്നു വരുന്നത്. ശ്യാംകുമാർ, 24, കൊച്ചി.